ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDCക്ക് വേണ്ടിയിട്ടുള്ള 29ാമത്തെ ക്ലാസ്സാണിത്. LGS എക്സാം ഉള്ളവർക്കൂടെ വേണ്ടിയിട്ട് നമ്മൾ LGSൻ്റെ ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചാനൽ നോക്കിക്കൊള്ളുക. അപ്പോൾ LGS ഉള്ളവർക്ക് അത് ഉപകാരപ്പെടും, LDC ഉള്ളവർക്ക് ഉപകാരപ്പെടും. കാരണം LGSനുള്ള മുഴുവൻ കാര്യങ്ങളും LDCക്കും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബേസിലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ക്ലാസ് കാണണമെങ്കിൽ അതും കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ. അത് അവിടെ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ക്ലാസ് ഉണ്ട്. നമുക്കിന്ന് കുറച്ച് മലയാളവും കുറച്ച് ഇംഗ്ലീഷും പഠിക്കാനുണ്ട്. പിന്നെ ടോപ്പിക്കിൽ കേരള ഭൂമിശാസ്ത്രം, കേരളത്തിലെ തീരപ്രദേശത്തെക്കുറിച്ചും കേരളത്തിലെ ബീച്ചുകളെക്കുറിച്ചും ചാകരയെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. സ്ഥിരമായിട്ട് ചോദ്യം വേണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ നമുക്ക് റിവിഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ റിവിഷനിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരുടെ പേര് വായിക്കാനുണ്ട്. അത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. നമുക്ക് LDക്കും LGSനും LPUPക്കും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണേ പിള്ളേരെ, മലയാളത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അങ്കുലി പരിമിതം. അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അങ്കുലി പരിമിതം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഓപ്ഷൻ എഴുതണ്ട, നിങ്ങൾ ഓപ്ഷൻ കേട്ടിരുന്നിട്ട് ഉത്തരം മനസ്സിലാക്കിയ ശേഷം അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഓപ്ഷൻ എ അംഗവൈകല്യം. ഓപ്ഷൻ ബി 10 ഓപ്ഷൻ സി കൈവിരലിൽ എണ്ണാവുന്നത്ര. ഓപ്ഷൻ ഡി കൈകാലുകളിലെ വിരലുകൾ. ഓക്കെ, എന്താണ് എൻ്റെ ആൻസർ? അംഗവൈകല്യമാണോ, 10 കൈവിരലിൽ എണ്ണാവുന്നത് അത്രയാണോ, കൈകാലുകളിലെ വിരലുകളാണോ? അങ്കുലി പരിമിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിരലിൽ എണ്ണാവുന്നത്ര. എന്താണ്? കൈവിരലിൽ എണ്ണാവുന്നത്ര. ഓക്കെ, എങ്കിൽ പറഞ്ഞേ കരുണീ പ്രസവം എന്ന് വെച്ചാൽ എന്താണ്? കരുണീ പ്രസവം അത് താമസിച്ചുള്ള പ്രസവോ? കരുണീ പ്രസവം എന്താ? കരുണീ പ്രസവം എന്ന് പറഞ്ഞാൽ അപൂർവമായ സംഭവം. എന്താണ് വളരെ അപൂർവമായ സംഭവം. കരുണീ പ്രസവം വെച്ചാൽ എന്താണ്? അപൂർവമായ സംഭവം. നീ ആശയൊക്കെ പറയുന്നതാ കേട്ടാ. കരുണീ പ്രസവം അപൂർവമായ സംഭവം. ഓക്കെ, അത് നിങ്ങൾ പറയായിരിക്കും, നിങ്ങൾക്ക് അറിയാന്നുള്ള സംഭവമാണ്. രണ്ടാമത്തത് കോമരം തുള്ളുക. ദേഷ്യം കൊണ്ട് തുള്ളുക. കോമരം തുള്ളുക, ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. ഉറഞ്ഞു തുള്ളുക, കോമരം തുള്ളുക. ആകെ പറയേ കോമരം തുള്ളുക എന്ന് വെച്ചാൽ പരപ്രേരണ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. കോമരം തുള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്രേരണ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. കോമരം തുള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്രേരണ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. ഓക്കെ, ചെമ്പ് തെളിയുക, കള്ളം പുറത്താകുക അല്ലെങ്കിൽ കാപട്യം പുറത്താകുക. ചെമ്പ് തെളിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപട്യം പുറത്താകുക. ചെമ്പ് തെളിയുക എന്ന് വെച്ചാൽ കാപട്യം പുറത്താകുക. ഞാൻ ഒരാളത്താക്കി ചോദിക്കാൻ പോണത് ഇത്. ഓക്കെ, ചെമ്പ് തെളിയുക, കാപട്യം പുറത്താവുക. ഓക്കെ, അടുത്ത് പള്ളി അറയിലെ കള്ളൻ. പള്ളി അറയിലെ കള്ളൻ. ആകെ പറയാ കള്ളൻ കപ്പൽ തന്നെയല്ല, കൂട്ടത്തിലുള്ള അതല്ല. പള്ളി അറയിലെ കള്ളൻ. പള്ളി അറ എന്ന് വെച്ചാൽ ഒരു ഉന്നത സ്ഥാനമല്ലേടേ. പള്ളി അറ ഒരു വില കൂടി അല്ലെങ്കിൽ ഇതൊരു ആഡംബരപരമായ സ്ഥലമാണ് പള്ളി അറ. ഓക്കെ, രാജാവ് പള്ളി അറയിലേക്ക് പള്ളി ഉറക്കത്തിനായി പള്ളി അറയിലേക്ക് പോയി. അപ്പോൾ പള്ളി അറയിലെ കള്ളൻ എന്ന് വെച്ചാൽ എന്താണ്? രാജാവാ? പള്ളി അറയിലെ കള്ളൻ എന്ന് വെച്ചാൽ ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ. പള്ളി അറയിലെ കള്ളൻ എന്ന് വെച്ചാൽ ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ. അടുത്ത് മഞ്ഞൾ പറിക്കുക. ആക്കെ പറയാം. മഞ്ഞൾ പറിക്കുക, കറി വെക്കുക എന്നൊന്നും പറയരുത്. മഞ്ഞൾ പറിക്കുക. കയ്യിൽ മഞ്ഞയാവും. അതുമായി ബന്ധപ്പെട്ടല്ല. മഞ്ഞളായിട്ട് ബന്ധപ്പെട്ട മഞ്ഞൾ കൂടുതൽ മുഖത്തൊക്കെ ഇടുന്നവരാ.
സൗന്ദര്യവർദ്ധനോ? സ്ത്രീകൾ സ്വഭാവം എങ്ങനെയാണ് പൊതുവെ? ഇപ്പോഴത്തെ സ്ത്രീകളല്ലേ പണ്ട സ്ത്രീകൾ? ഇപ്പോഴത്തെ സ്ത്രീകളും പണ്ട സ്ത്രീകളും വ്യത്യാസം ആലോചിക്കാതെ. പണ്ടത്തെ സ്ത്രീകൾ എന്താണ് അടങ്ങി ഒതുങ്ങി പണ്ടത്തെ സ്ത്രീകൾ ഇത്തിരി നാണം കുണിങ്ങളൊക്കെ അല്ലേടാ. ഇപ്പോഴത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ നാണം ഇല്ലെന്നല്ല, ഇപ്പോഴത്തെ സ്ത്രീകൾ കുറച്ച് ബോൾഡാണ്. ഓക്കെ, ബോൾഡാണ് കുറച്ച്. പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ സ്ത്രീകൾ നാണിച്ചുള്ള ആൾക്കാരാണ് അല്ലേ, തല വരുത്തി നോക്കാത്ത അങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ, അപ്പം മഞ്ഞൾ പറിക്കുക എന്ന് വെച്ചാൽ നാണിച്ച് പോകുക. എന്താണ് നാണിച്ച് പോവുക? നാണിച്ച് പോവുക. മഞ്ഞൾ പറിക്കുക എന്ന് വെച്ചാൽ നാണിച്ച് പോവുക. ഓക്കെ, മഞ്ഞൾ പറിക്കുക, നാണിച്ച് പോവുക. അപ്പോൾ ഓണർ പറഞ്ഞേ അങ്കുലി പരിമിതം എന്ന് വെച്ചാൽ എന്താ പിള്ളേരെ? കൈവിരലിൽ എണ്ണാവുന്നത്ര. ഓക്കെ, കരുണീ പ്രസവം എന്ന് വെച്ചാൽ അപൂർവമായ സംഭവം. കോമരം തുള്ളുക, പരപ്രജനെ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. അതായത് ഒരാളടുത്ത് പറയണം, ഞാൻ ജോന്റെ അടുത്ത് പറയണം പോയി കിണറ്റിച്ചാറ്, അവൻ എന്ത് ചെയ്യും? കിണറ്റിച്ചാറ്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ കോമരം തുള്ളുക എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പൊ ഒരാൾ പറയണ കേട്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? കോമരം തുള്ളുക എന്ന് പറയുന്നത്. ഈ കാക്കയ്ക്ക് എന്ത് ഇത്ര നേരം ഉണ്ടായിരുന്ന കാക്കയാണ് ക്ലാസ് തുടങ്ങുന്നത്? ചെമ്പ് തെളിയുക, കാപട്യം പുറത്താകുക. ചെമ്പ് തെളിയുക, കാപട്യം പുറത്താകുക. അന്ന് ഞാൻ നിന്നെ നോക്കിയോ, നിനക്കൊരു ഇത് വന്നെന്ത്, ഒരു ജാള്യത വന്നെന്ത്? വന്നില്ല. ചെമ്പ് തെളിയ ഉടനെ. ഓക്കെ, പള്ളിയറയിലെ കള്ളൻ, ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ. മഞ്ഞൾ പറിക്കുക, നാണിച്ചു പോവുക. എടാ മഞ്ഞൾ കൂടുതൽ, മഞ്ഞൾ ഈസിന് എന്തിനെന്നറിയോ? വെളുക്കാനാണോ? ഇവിടെ ഈ കുട്ടി പറയാം മഞ്ഞൾ വീസിന് വെളുക്കാനാണോ? നമ്മൾ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മഞ്ഞളിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ദേഹത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് സ്ത്രീകൾ മാത്രമല്ല, ഈ മഞ്ഞളിന്റെ ഗുണം എന്താണെന്ന് അറിയാനുള്ള പുരുഷന്മാർ എന്ത് ചെയ്യാറുണ്ട്? അത് യൂസ് ചെയ്യാറുണ്ട്. അത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ദേഹത്തുള്ള അണുക്കളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴേ? മഞ്ഞൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പെൺകുട്ടികളാണെന്ന് ഓർക്കുക. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നാണമെന്ന് ഓർക്കുക കേട്ടോ. നാണിച്ച് പോവുക. കണക്ഷൻ വേണ്ടി പറയുന്നതാണ്. ഇനി അതും പറയും, എന്നെ ട്രോൾ എഴുതും, കമന്റ് എഴുതി വരരുത്. ഓക്കെ, ശരി, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. അപ്പോൾ ആ ചോദ്യം ക്ലിയർ ആണേ നിങ്ങൾക്ക്? രണ്ടാം ചോദ്യം, ക്യൂർ ഫിഷ്. QUEER ഫിഷ്. ക്യൂർ ഫിഷ്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ. ക്യൂർ ഫിഷ്, QUEER ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ക്യൂർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നിങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷാണ് പഠിച്ചത് ക്യൂർ ഫിഷ്. ഇത് മലയാള പരിഭാഷയാണ്. അതായത് ഇംഗ്ലീഷിനെ മലയാളത്തിലോട്ടാക്കണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ക്യൂർ ഫിഷ് ഇംഗ്ലീഷ്. ഓപ്ഷൻ നിങ്ങൾ പറയും: കുറ്റവാളി, ഓക്കെ, വിഷ മത്സ്യം, വിചിത്ര മനുഷ്യൻ, സുന്ദരിയായ സ്ത്രീ. വിചിത്ര മനുഷ്യൻ. നമ്മൾ ക്യൂർ ഫിഷ് ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്ട്രേഞ്ച് പേഴ്സൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? വിചിത്ര മനുഷ്യൻ. എന്താണ്? വിചിത്രമായ മനുഷ്യനാ? വിചിത്ര മനുഷ്യൻ. ഓക്കെ, ക്യൂർ ഫിഷ് വിചിത്ര മനുഷ്യൻ. അടുത്ത ത്രഷിംഗ് മെഷീൻ. എഴുതിക്കോ, ത്രഷിംഗ്, THRE, ത്രഷിംഗ് മെഷീൻ. THRSHING, ത്രഷിംഗ് മെഷീൻ. എന്താ പറയാ? എന്താ എൻ്റെ പരിഭാഷ? പുല്ലുവെട്ടുന്ന എന്തോ? അത് ഗ്രാസ് കട്ടർ. ത്രഷിംഗ് മെഷീൻ എന്താ? ത്രഷിംഗ് മെഷീൻ അടി. അതിനാ ത്രഷ് അടിക്കുക. അടിയന്ത്രം. അടി മാറ്റി വേറെ വാക്കാക്കിയത്. ഇടിയല്ല, മർദ്ദനമല്ല. മെതിയന്ത്രം. ത്രഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ മെതിയന്ത്രം. എഴുത എന്നെ. ത്രഷിംഗ് മെഷീൻ, മെതിയന്ത്രം. അടുത്ത റീവാലിഡേഷൻ അല്ല, റീവാലിഡേഷൻ. നിനക്ക് അതൊക്കെ ഓർമ്മയുള്ളൂ. റീവാലിഡേഷൻ, സപ്ലി, അതൊക്കെയാണ് മാനേജർക്ക് ഓർമ്മ വേണ്ടത്. റീവാലിഡേഷൻ എന്താണ്? പുനരുജ്ജീവിപ്പിക്കൽ. റീവാലിഡേഷൻ എന്ന് വെച്ചാൽ പുനരുജ്ജീവിപ്പിക്കൽ. പുനരുജ്ജീവിപ്പിക്കൽ.
പുനർജീവിപ്പിക്കൽ. ഓക്കെ, റീവാലിഡേഷൻ, പുനർജീവിപ്പിക്കൽ. അടുത്ത് പിത്ത് ഓഫ് ആൻ ആർഗ്യുമെൻറ്റ്. 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 ഓക്കെ, നിങ്ങൾ ആർഗ്യുമെൻറ്റ് നടത്താറുണ്ടോ? ജയിക്കാറുണ്ടോ? ജയിക്കുന്നതിന് വേണ്ടി മാത്രമേ നീ മറ്റേ എം.എൻ. കാർത്തികേയന് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചുമ്മാ നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങൾ ആർഗ്യുമെന്റിൽ ഏർപ്പെടാറുണ്ടോ? ഉണ്ടോന്നല്ലേ? ഉണ്ടോ? എന്തൊരു ചോദ്യം എന്നാണ് നിന്റെയൊക്കെ മനസ്സിൽ അല്ലേ? ആർഗ്യുമെന്റിൽ ഏർപ്പെടാറുണ്ടോ? യെസ്. ജയിക്കാറുണ്ടോ? 50-50. ഓക്കെ. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാദത്തിന്റെ സാരാംശം. വാദത്തിന്റെ സാരാംശം. വാദത്തിന്റെ സാരാംശം. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ്, വാദത്തിന്റെ സാരാംശം. ഞാൻ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നീയൊക്കെ എൻ്റെ മനസ്സിൽ ഇയാൾ ഇതെന്തിന് പറയണത്, ആർഗ്യുമെന്റ് ഏർപ്പെടാറുണ്ട് എന്നൊക്കെ തോന്നും. ഈ കല്യാണം ഒന്ന് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ജോബിനാ നീ. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ്, വാദത്തിന്റെ സാരാംശം. വാദത്തിന്റെ സാരാംശം. ഓക്കെ. അടുത്ത നിങ്ങളിത് ഉറപ്പായിട്ടും പറയാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പൊളിയാണ്, എനിക്ക് പറയുന്നത് ഉറപ്പാണ് കേട്ടോ. എഴുതിക്കോ. പാടി പ്രൊക്യൂർമെന്റ്. പാടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പാടി വെക്കരുത്. PADDY. പാടി പ്രൊക്യൂർമെന്റ്. CUREMENT. CU ആണ്. PROCUREMENT. പാടി പ്രൊക്യൂർമെന്റ് എന്താ? നെല്ല് സംഭരണം. ഞാൻ പറഞ്ഞു നെല്ല് സംഭരണം. എത്ര പേർക്ക് അറിയാം നെല്ല് സംഭരണമാണ്? പാടി പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ നെല്ല് സംഭരണം. നെല്ല് സംഭരണം. നെല്ല് സംഭരണം. ഓക്കെ. അടുത്ത ഓണസ് ഓഫ് പ്രൂഫ്. ഓണസ്. ONUS. ഓണസ് ഓഫ് പ്രൂഫ്. ONUS. ഓണസ് ഓഫ് പ്രൂഫ്. PROF. പ്രൂഫ് എന്താ? ഓണസ് ഓഫ് പ്രൂഫ് എന്താ? പ്രൂഫ് എന്ന് വെച്ചാൽ എന്താണ്? ഓണസ് എന്ന് വെച്ചാൽ എന്താണ്? സാധ്യത, തെളിവ്, സാധ്യത. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. തെളിവ്, സാധ്യത. അപ്പോൾ ഓണസ് ഓഫ് പ്രൂഫ് പഠിച്ച് തെളിവ്, സാധ്യത. തെളിവ്, സാധ്യത. ഓക്കെ. ഓണസ് ഓഫ് പ്രൂഫിന് തെളിവ്, സാധ്യത. ഓക്കെ, ശരി. അടുത്ത ലാസ്റ്റ് ലേമാൻ. LAYMAN. ലേമാൻ. ലേമാൻ. LAYMAN. ലേമാൻ. ലേമാൻ എന്താണ്ട? ലേമാൻ. ലേമാൻ സാഹിത്യമാണ്, വാക്കാണ്. സ്വാത്തികനല്ല, സാരാംശമല്ല. സാവദ്രോഹി. സാ വച്ചിട്ടുള്ള വാക്കുകൾ പറയുള്ളല്ലേ? സാരാഗ്രഹി. സമന്വയനല്ല. സമചിത്ത. ഒരാള് പറയും സത്യസന്ധൻ അല്ല. സൗമ്യനല്ല. ഏകദേശം അടുത്തെത്തി. സൗമ്യനും സാധാരണക്കാരും തമ്മിൽ എന്തിടെ ഇത് അടുത്തെഴുതുന്നത്? ഇനി സൗമ്യനല്ലേ പറഞ്ഞത്? സാമാന്യൻ. എഴുതിക്കോ. സാമാന്യൻ. 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 ഓക്കെ. ലേമാൻ, സാമാന്യൻ. ലേമാൻ, സാമാന്യൻ. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. അപ്പൊ ക്യൂർ ഫിഷ് പറഞ്ഞേ. ക്യൂർ ഫിഷ് വിചിത്ര മനുഷ്യൻ. ഓക്കെ. ത്രഷിംഗ് മെഷീൻ എന്താ? മെതിയന്ത്രം. ഓക്കെ. റീവാലിഡേഷൻ, പുനർജീവിപ്പിക്കൽ. ഓക്കെ. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ്. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ്, വാദത്തിന്റെ സാരാംശം. പാഡി പ്രൊക്യൂർമെന്റ്, നെല്ല് സംഭരണം. ഓക്കെ. ഓണസ് ഓഫ് പ്രൂഫ്, തെളിവ്, സാധ്യത. ലേമാൻ. ലേമാൻ, സാമാന്യൻ. ലേമാൻ, സാമാന്യൻ. ഓക്കെ. അപ്പോൾ ആ രണ്ടെണ്ണം ആർക്ക് പറയാൻ പറ്റും? ഒരാളെ കൊണ്ട് ഞാൻ ഫുള്ള് പറയിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് തർജ്ജമ ഞാൻ ഫുള്ള് പറയിപ്പിക്കും. വെളിയിരിക്കുന്ന ഒരാളെ കൊണ്ട് ഞാൻ ശൈലികൾ ഫുള്ള് പറയിപ്പിക്കും. ഓക്കെ, ശരി. സുബിനെ ഒന്ന് പോസ് ചെയ്തേ. ഓക്കെ. ശൈലികൾ ആരാ പറയണ്ടേ? ശൈലികൾ ആര് പറയും? അവിടെ അപ്പുറത്തേക്ക് ആര്? രേഷ്മ. സ്റ്റാൻഡപ്പ്. രേഷ്മ RC. ഉടോ. രേഷ്മ ഇങ്ങോട്ട്. ഇനി ഒറ്റയാണെന്നിന്റെ ശബ്ദം എടുത്ത് കേൾക്കരുത്. അങ്കുലി പരിമിതം. കൈവിരൽ എണ്ണാവുന്നത്ര. കരുണീയ പ്രസവം. അപൂർവമായ സംഭവം. കോമരം തുള്ളുക. പരപ്രേരണ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. ചെമ്പ് തെളിയുക. കാപട്യം പുറത്താവുക. പള്ളി അറയിലെ കള്ളൻ. ഉന്നതങ്ങളിലെ കള്ളൻ. മഞ്ഞൾ പറിക്കുക.
നാണിച്ച് പോകുക. ഓക്കെ, നാണിച്ച് പോവുക. ശരി, എഴുതാം. തർജ്ജിമ ഇവിടെ ഞാൻ ഇവിടെ ആര് പറയും? ജോബിൻ. ഓവർ ആക്ടിങ്. ജോബിനെ പൊക്കാം. ഓവർ ആക്ടിങ്ങിന്റെ അങ്ങേയറ്റം. പറ. ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് വീഴ്ത്ത മെഷീൻ. ത്രഷിംഗ് മെഷീൻ. മെതിയന്ത്രം. റീവാലിഡേഷൻ. പുനർജീവിപ്പിക്കൽ. പിത്ത് ഓഫ് ആൻ ആർഗ്യുമെന്റ്. വാദത്തിന്റെ സാരാംശം. അതിന്റെ സാരാംശം. ഓക്കെ. പാഡി പ്രൊക്യൂർമെന്റ്. നെല്ല് സംഭരണം. ഓക്കെ. ഓണസ് ഓഫ് പ്രൂഫ്. തെളിവിന്റെ സാധ്യത. തെളിവ് സാധ്യത. ലേമാൻ. സാമാന്യൻ. സാമാന്യൻ. ഓക്കെ, ശരി. പോസ് ചെയ്തോ. എടാ, നമ്മളിന്ന് ടോപ്പിക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ തീരപ്രദേശത്തെ കുറിച്ചാണ്. കേരളത്തിന്റെ തീരപ്രദേശം. ഓക്കെ. കേരളത്തിന്റെ തീരപ്രദേശം, അതായത് തീരദേശ ദൈർഘ്യം എത്രയാണ്? 560. തല പിടിച്ച് 580 അല്ല, 590 എടാ. 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം. എത്രയാണ്? 590 കിലോമീറ്റർ. 590 കിലോമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മൾ കേരളത്തിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ തീരപ്രദേശത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും? 590 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ കേരളത്തിന്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നമ്മൾ നേർരേഖയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, തെക്ക് വടക്ക് നേർരേഖയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 560. മനസ്സിലായല്ലോ. അപ്പൊ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ 560 കിലോമീറ്ററും തീരപ്രദേശ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 580 കിലോമീറ്ററുമാണ്. ഓക്കെ. 590. സോറി, ക്ഷമിക്കും. നീ തിരിച്ചാ? ഓക്കെ, ക്ഷമിച്ച്. ഓക്കെ, ക്ഷമിക്കില്ലടാ നീ. ക്ഷമിക്കും. ഓക്കെ. സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ വരെയുള്ള ഭാഗമാണ് തീരപ്രദേശം? 7.5. അതായത് നമ്മളെ 0 മുതൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഏത്? തീരപ്രദേശം. മനസ്സിലായ? എത്ര മുതൽ? 7. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്ത് പിള്ളേരെ? തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. കേരളത്തിന്റെ ഭൂപ്രസ്ഥിതിയുടെ എത്ര ശതമാനം? 10% തീരപ്രദേശം. 10% തീരപ്രദേശം. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്താണോ, വടക്ക് ഭാഗത്താണോ, മധ്യഭാഗത്താണോ? എന്തുകൊണ്ട് താങ്കൾ വടക്ക് പറയുന്നു? തിരുവനന്തപുരം ജില്ല വിട്ട് പുറത്ത് പോകാത്ത താങ്കൾ എന്തുകൊണ്ട് വടക്ക് പറഞ്ഞു? എവിടെ പോയിട്ടോ? നീ പരീക്ഷ ഏതാണ്ട് വെയില് ധ്യാനത്തിന് മക്കളെ തിരുവനന്തപുരം ജില്ലയിലാണ്ടേ. ഓക്കെ, ശരി. തീര സമതലത്തെ ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. മനസ്സിലായ? കേരളത്തിന്റെ തീരസമതലം ഏറ്റവും വീതിയിൽ കാണപ്പെടുന്നത് എവിടെ നിന്നാണ്? കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടികളെ? കുട്ടനാടാണ്. ഈ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? തെങ്ങും നെല്ലുമാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ തെങ്ങും നെല്ലുമാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്? തോറിയം. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്? തോറിയം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടുള്ള കടൽത്തീരം ഏതാണ്? കൊളാവിപ്പാലം. ഏതാണ്? കൊളാവി പാലം. ഓക്കെ. അപ്പൊ ഞാൻ ഫുള്ളൊന്ന് കറങ്ങി വരട്ടെ. ഓക്കെ. എത്രയാണ് തീരദേശ ദൈർഘ്യം? 590 കിലോമീറ്റർ. എത്രയാണ് തെക്ക് വടക്ക് ദൂരം? 560 കിലോമീറ്റർ. എത്ര ഉയരത്തിലാണ് തീരപ്രദേശം? 7.5 വരെ. കേരള ഭൂപ്രസ്ഥിതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. ഈ തീരസമതലം കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരളത്തിന്റെ മധ്യഭാഗത്ത്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം? കുട്ടനാട്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ? തെങ്ങും നെല്ലും. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു? തോറിയം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽത്തീരമാണ് ഏത്? കൊളാവിപ്പാലം. ഏതാണ്? കൊളാവിപ്പാലം. ഈ കൊളാവിപ്പാലത്തിലെ മറ്റേ കടലാമകളും പേരെന്താടാ? ഒലിവ് റീഡ് അല്ലേ? ഒലിവ് റീഡ് എന്നറിയപ്പെടുന്ന അതല്ലേ വരുന്നത്? ഒലിവ് റെഡ്ലിയാണ്. ഒലിവ് റീഡ് എന്നാ? ഒലിവ് റെഡ്ലി തവള. പക്ഷെ തവളയല്ലേ? ഒലിവ് റെഡ്ലി അല്ലേ? എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചു. ഒന്ന് പൗസ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. എടാ, അത് ഈ കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ഒരിനം കടലാമകളാണ് ഏത്?
ഒലിവർ ഇഡ്ലി കേട്ടോ, ഒലിവർ ഇഡ്ലി. അപ്പോൾ ആ കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽ തീരമാണ് ഏത്? കൊളാവി പാലം. ഓക്കെ. അടുത്ത കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? കോസ്റ്റ് ഗാർഡ് അല്ല, നീണ്ടകര എന്ന് വെച്ചാൽ എന്താണ്? തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര. കേരളത്തിൽ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് ഏത്? നീണ്ടകര. കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ചോദിച്ചാൽ വിഴിഞ്ഞമാണ്. കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ഏതാണ് പിള്ളേരെ? വിഴിഞ്ഞം. മനസ്സിലായോ? കോസ്റ്റ് ഗാർഡ് അറിയത്തില്ലേ? കോസ്റ്റ് ഗാർഡ് പ്രത്യേക വിഭാഗമാണ്, പോലീസല്ല. അപ്പോൾ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? വിഴിഞ്ഞത്താണ്. എന്നാൽ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. എന്നാൽ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? വിഴിഞ്ഞമാണ് കേട്ടോ, വിഴിഞ്ഞം. ഓക്കെ. അടുത്ത തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്? അതായത് 9 സംസ്ഥാനങ്ങൾക്കാണ് തീരദേശം ഉള്ളത്. അതിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ്? ഗുജറാത്ത്. 9ാം സ്ഥാനത്ത് ഏതാണ്? ഏറ്റവും കുറവ് തീരപ്രദേശം ഉള്ളത് ആർക്കാ? ഗോവയ്ക്കാണ്. എന്നാൽ കേരളം എത്രാം സ്ഥാനത്താണ്? കേരളം 5ാം സ്ഥാനത്താണ്. എത്രാം സ്ഥാനത്താണ് ഉള്ളത്? 5ാം സ്ഥാനത്ത്. അപ്പൊ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. 5ാം സ്ഥാനം. കേരളത്തിൽ എത്ര ജില്ലകളിലാണ് കടൽത്തീരമുള്ളത്? 9 ജില്ലകൾ കടൽത്തീരമുണ്ട്. അപ്പൊ എത്ര ജില്ലകളില്ല? 5 ജില്ലകളില്ല. ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്. എല്ലാവർക്കും അറിയാം. പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്. ഇതൊക്കെ ബേസ് ചോദ്യമാണ്. പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്. ഓക്കെ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാ? കണ്ണൂർ. ഏറ്റവും കുറവ് എവിടെയാ? കൊല്ലം. ഏറ്റവും കുറവ് കൊല്ലം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽത്തീരമുണ്ടെന്ന് കേട്ടാലും 9ആണ്. കേരളത്തിൽ എത്ര ജില്ലകൾ കടൽത്തീരമുണ്ടെന്ന് കേട്ടാലും 9ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കുറവുള്ളത് ഏതാണ്? ഗോവ. 5ാം സ്ഥാനത്താണ് കേരളം. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ, ഏറ്റവും കുറവുള്ളത് കൊല്ലവുമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് നമുക്ക് ചോദിച്ചതാണ് കഴിഞ്ഞ വർഷം. ചേർത്തല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. ഏത് ജില്ലയിലാണ് ചേർത്തല? ആലപ്പുഴ. പഠിച്ചിരിക്കുന്നു. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. ഏത് ജില്ലയിലാണ് ചേർത്തല? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഇവിടെ ചൂണ്ടിയപ്പോൾ അവിടെ പറഞ്ഞു അവൻ സ്റ്റമ്പടിച്ചിരിക്കുന്നു. ഓക്കെ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് ഉള്ളത്? തൃശ്ശൂർ. കേരളത്തിൽ എത്ര കോർപ്പറേഷൻ? 6 കോർപ്പറേഷനിൽ ഒരൊറ്റ കോർപ്പറേഷനിൽ മാത്രം എന്തില്ല? കടൽത്തീരമില്ല. അത് ഏത് കോർപ്പറേഷൻ? തൃശ്ശൂർ കോർപ്പറേഷൻ. ഉണ്ട്. അവള് കൂടെ എത്തുന്നുണ്ട് കേട്ടോ. ഹല്യ വിസ്മി. ഓക്കെ, ശരി. അടുത്ത കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് ഏത്? മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ച്. ഞാൻ ചോദിക്കുന്ന ആൾ പറയണേ. ഓക്കെ. മുഴുപ്പിലങ്ങാട് ബീച്ച്. അവിടെ സുദർശനയ്ക്ക് അറിയായിരിക്കും. എല്ലാവരും അപ്പൊ സുദർശന തന്നെ പറ. ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. നമുക്കറിയാം. ഓക്കെ. മുഴുപ്പിലങ്ങാട് ബീച്ച് ഏത് ജില്ല ഉള്ളവരെ? കണ്ണൂർ ജില്ല. ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ല. അപ്പൊ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് ഏത്? മുഴുപ്പിലങ്ങാട്. ജില്ല പറ. കണ്ണൂര്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതാണ്? ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്, കണ്ണൂര്. വൈകുന്നേരം കാണൂല കമ്പൊക്കെ എടുത്ത്. ഓക്കെ. ഇവിടെ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എന്താണ് ഉള്ളത്? ഏതാണ് ഉള്ളത്? മുഴുപ്പിലങ്ങാടാണ്. ഈ ഡ്രൈവിൻ ബീച്ച് എന്ന് എന്തെന്ന് അറിയത്തില്ലേ? നമുക്ക് ബീച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടി ഓടിക്കാൻ പറ്റുന്ന സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ? നടി ഇങ്ങനെ ബീച്ചിന് സൈഡിലൂടെ ഓടുന്നു, നട എന്റെ ബാക്കിൽ ഇങ്ങനെ കാറിൽ പോകുന്നു. ഏതൊക്കെ സിനിമ കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതാണ്? അത് ഗോവയും കണ്ടാണ്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതാണ്ടാ? മുഴുപ്പിലങ്ങാട്. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാ? കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് പിള്ളേരെ? ആലപ്പുഴ. ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാ? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അതുപോലെ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ഓർന്നിട്ട് പറഞ്ഞ ഏറ്റവും കൂടുതൽ കടൽത്തീരം
ജില്ല കണ്ണൂര്. കുറവ് കൊല്ലം. ഇല്ലാത്തത് പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, വയനാട്, ഇടുക്കി. ഓക്കെ. ഏറ്റവും കൂടുതൽ കളത്തിനുള്ള താലൂക്ക് ഏതാ? ചേർത്തല, ആലപ്പുഴ. കേരളത്തിൽ കളത്തീരമില്ലാത്ത ഏത് കോർപ്പറേഷൻ ഏതാ? തൃശ്ശൂര്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? മുഴുപ്പിലങ്ങാട്. മുഴുപ്പിലങ്ങാട് എവിടാ? കണ്ണൂര്. കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് ഏത്? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏത്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏത്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. നീ എവിടെയാണ് ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദിക്കാൻ പോവേണ്ട. പടി പടി പടി. തീരദേശ ദൈർഘ്യം 590 കിലോമീറ്റർ. തെക്ക് വടക്ക് ദൂരം 560 സമുദ്രത്തിൽ നിന്ന് എത്ര മീറ്റർ ഉയരം വരെയാണ്? 7.5 മീറ്റർ. കേരളത്തിന്റെ ഭൂപ്രസ്ഥിതി എത്ര ശതമാനമാണ് തീരപ്രദേശം? തീരസമുദ്രം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? തെക്കാണോ, വടക്കാണോ, മധ്യഭാഗത്താണോ? മധ്യഭാഗത്ത്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാ? കുട്ടനാട്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതാ? തെങ്ങ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാ? തോറിയം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട് കടൽത്തീരം ഏതാ? കൊളാബി പാലം. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാ? കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാ? വിഴിഞ്ഞം. ഓക്കെ. തീരദേശ ദൈർഘ്യത്തിലെ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. അവസാന സ്ഥാനത്തുള്ളത് ഏതാ? ഗോവ. കേരളം എത്രാം സ്ഥാനത്ത്? ആര്യ 5ാം സ്ഥാനത്ത്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്ര? അവിടെ ഇരിക്കുന്ന ആര്? 9. ഇല്ലാത്ത എത്ര? ഇല്ലാത്ത 5 ഷംന പറഞ്ഞേ. പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, വയനാട്, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കടൽത്തീരമുള്ള ജില്ല ഏതാ രേഷ്മ? കണ്ണൂർ. ഏറ്റവും കുറവ് ഷാനു? കൊല്ലം. ഏറ്റവും കൂടുതൽ കളത്തീരമുള്ള താലൂക്ക് ഏതാ? ചേർത്തല. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിൽ കളത്തീരമില്ലാത്ത ഏത് കോർപ്പറേഷൻ? തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ സുബിനെ? ഇവൻ കണ്ണിപ്പെട്ടില്ല. മുഴുപ്പിലങ്ങാട് ഏത് ജില്ല? കണ്ണൂർ. കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് ഏതാ? മുഴുപ്പിലങ്ങാട്. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാ? ആലപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. ഏത് ജില്ലയിലാണ് അഴീക്കോട്? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് എവിടെയാണ് പിള്ളേരെ? തൃശ്ശൂരാണ്. തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂർ. ഓക്കെ. തൃശ്ശൂരാണ്. പ്രധാനപ്പെട്ട ബീച്ചുകളും ജില്ലയും. ഓക്കെ. നമുക്ക് അതും കൂടി അടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ. അതിൻ്റെ ഒരു ചാകര പഠിക്കാണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കഴിയും. എടാ, പാപനാശം ബീച്ച്. നില്ലടേ. പാപനാശം ബീച്ച്, ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച്. ഏത് ജില്ല? തിരുവനന്തപുരം. ഏതൊക്കെ ബീച്ചുകൾ പിള്ളേരെ? പാപനാശം, ശംഖുമുഖം, കോവളം. എവിടെയാണ്? തിരുവനന്തപുരമാണ്. തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ. എവിടെയാണ്? കൊല്ലം. തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ. എവിടെയാണ്? കൊല്ലം. ഓക്കെ. തുമ്പോളി, തൈക്കൽ, പുറക്കാട്, ആലപ്പുഴ. ഓക്കെ. അപ്പോൾ എത്ര? 9 പഠിച്ചു. പാപനാശം, വിഴിഞ്ഞം, ശംഖുമുഖം, ആര്യനാട്, നെയ്യാറ്റിൻകര. തിരുവനന്തപുരത്ത് സ്ഥലങ്ങൾ പറയാനല്ല പറഞ്ഞത്, ബീച്ചുകൾ പറയാൻ. പാപനാശം, ശംഖുമുഖം, കോവളം. നിന്റെ മൈൻഡ് ഇവിടെ അല്ല. യു ആർ ഔട്ട് ഓഫ്. ഓക്കെ. പാപനാശം, ശംഖുമുഖം, കോവളം. നിന്റെ ആണോ ഇത്? കൊണ്ടുപോകും. പാപനാശം, ശംഖുമുഖം, കോവളം. എവിടെയാണ്? തിരുവനന്തപുരം. തങ്കശ്ശേരി, തങ്കശ്ശേരി, തിരുമുല്ലാവാരം. പറ. തിരുമുല്ലവാരം. ഓക്കെ. അഴീക്കൽ. എവിടാ? പറ. കൊല്ലത്ത് ഏതൊക്കെ? തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ. തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ. തുമ്പോളി, തൈക്കൽ, പുറക്കാട്. പറ. തുമ്പോളി, തൈക്കൽ, പുറക്കാട്. എവിടാ? ആലപ്പുഴ. ചെറായി, മുനമ്പം. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എവിടെയാണ് പിള്ളേരെ? എറണാകുളമാണ്. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എവിടെയാണ്? എറണാകുളം. ഓക്കെ. അടുത്ത് ചാവക്കാട്. എഴുതണില്ലേ ആരും? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് കുള്ളൻ, ചാവക്കാട് ഗ്രീന്. ഇതൊക്കെ എന്താണ്? തെങ്ങിന്റെ സങ്കലനങ്ങളാണ്. ഓക്കെ.
നീ ഇത് പഠിപ്പിക്കുമ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചോദിക്കുമ്പോൾ അതും അറിഞ്ഞുകൂടാ, ഇത് ചോദിക്കുമ്പോൾ ഇതും അറിഞ്ഞുകൂടാ. ഓക്കെ, ശരി. ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വാടാനപ്പള്ളി. ഇതെല്ലാം എവിടെയാണ്? തൃശ്ശൂർ. അങ്ങോട്ട് എഴുതി പോയി. ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വാടാനപ്പള്ളി. ഇതിപ്പോൾ കഴിയും. ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വാടാനപ്പള്ളി ഇതെല്ലാം എവിടെയാണ്? തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂർ. എനിക്ക് ചോദിക്കണം, ഇപ്പോൾ ചോദിക്കണം, ഞാൻ ചോദിക്കാൻ പോകണം. ഞാൻ ജില്ല പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും. ഓക്കെ, അവിടെ പറഞ്ഞ തിരുവനന്തപുരം ബീച്ച് പറ. പാവനാശം ശംഖുമുഖം കോവളം. ഓക്കെ, അവിടെ അർച്ചന ആലപ്പുഴ. തുമ്പോളി പുറക്കാട് തൈക്കൽ. സുബിൻ കൊല്ലം. തിരുമുല്ലാവാരം അഴീക്കൽ. ഓക്കെ, അവിടെ രശ്മി എറണാകുളം പറഞ്ഞേ. ചെറായി മുനമ്പം. ഓക്കെ, അവിടെ സുദർശന തൃശ്ശൂർ പറഞ്ഞേ. ഓക്കെ, ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വാടാനപ്പള്ളി ഇതെല്ലാം എവിടെയാണ്? തൃശ്ശൂരാണ്. അകല്ലേ തിരുവനന്തപുരത്തെ 3 ബീച്ച് പറഞ്ഞാണ്. അയ്യോ, നിനക്ക് അറിഞ്ഞൂടെ ബീച്ച്? നീ പറ. കോവളം, ശംഖുമുഖം, പാപനാശമല്ല, പാപനാശം എവിടെയാണ്? വർക്കല. പാപനാശം വർക്കല. ഓക്കെ, ശരി, ബാക്കി നോക്കാം. പഠിച്ചല്ലേ? തൃശ്ശൂർ പഠിച്ചല്ലേ എല്ലാവരും? ഓക്കെ, അടുത്ത് പടിഞ്ഞാറേക്കര വക്കാട് പൊന്നാനി. പടിഞ്ഞാറേക്കര വക്കാട് പൊന്നാനി. എങ്ങനെ മനസ്സിലായി? പൊന്നാനി മലപ്പുറം. വാ, ബ്രില്യൻ്റ് ഷാനു. ഓക്കെ, പടിഞ്ഞാറേക്കര വക്കാട് പൊന്നാനി. എവിടെയാണ്? മലപ്പുറം. ഇനി അങ്ങോട്ടുള്ള എളുപ്പമുണ്ടോ? ഈ ഇടയ്ക്കുള്ളത് മാത്രം ഓർത്തത്. അതായത് ഈ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം വല്ല ഓർത്തുന്നത്. ബാക്കി അതൊക്കെ നമുക്ക് പേര് ഡൗട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലക്കാരായതുകൊണ്ട് തന്നെ കോവളം, ശംഖുമുഖം, പാപനാശം നമുക്ക് അറിയാം. പിന്നെ നമുക്ക് ഈ ബാക്കി അങ്ങോട്ട് പോകുമ്പോഴുള്ള ഇനി ലാസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് പറയാൻ പാടില്ല, നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. ഓക്കെ, മാറാട്, കാപ്പാട്, ബേപ്പൂര്. ഒരു ഡൗട്ടിൽ നമുക്ക് പറയാൻ പറ്റും. മാറാട്, ബേപ്പൂര്, കാപ്പാട് എവിടെയാണ്? മാറാട്, ബേപ്പൂര്, കാപ്പാട്. മാറാട്, കാപ്പാട്, ബേപ്പൂർ. അയ്യോ, എന്ത് പറ്റി? മാറാട്, കാപ്പാട്, ബേപ്പൂര്. ഓക്കെ, ആ 3 എവിടെയാണ്? മാറാട്, കാപ്പാട്, ബേപ്പൂര് എവിടെയാണ് പിള്ളേരെ? കോഴിക്കോട്. അടുത്ത് നിങ്ങളിപ്പോൾ ചാടി വീണ് പറയും കേട്ടോ. ആര് പറയും നോക്കാം. കണ്ണൂര്. ബേക്കൽ. കണ്ണൂരല്ലേ ഉത്തരം? ബേക്കൽ എവിടെയാണ്? കാസർഗോഡ്. ഓക്കെ, ബേക്കല് കാസർഗോഡ്. ഓക്കെ, എന്നാ കണ്ണൂര് പറഞ്ഞേ. മുഴുപ്പിലങ്ങാടുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയക്കാരൊക്കെ മരിക്കുമ്പോൾ അടക്കുന്നൊരു ബീച്ചുണ്ട്, പയ്യാമ്പലം ബീച്ചുണ്ട്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടം. ഏതാണ്? ധർമ്മടം. ഓക്കെ, പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്. അതൊക്കെ അറിയത്തില്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ഏത്? ധർമ്മടം. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ മണ്ഡലം ഏതാ? എറിഞ്ഞ താവൂക്കടത്തിൽ ഏതാ? നീലേശ്വരം. ആദ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള EMSന്റെ മണ്ഡലം ഏതാണ്? നീലേശ്വരം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലം ഏതാണ്? ധർമ്മടം ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. ധർമ്മടം ബീച്ച് കണ്ണൂരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുള്ള് പറയാൻ പറ്റി നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുകൂടെ. തിരുവനന്തപുരം പാപനാശം, ശംഖുമുഖം, കോവളം. അടുത്ത് കൊല്ലം തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ. ആലപ്പുഴ തുമ്പോളി, തൈക്കൽ, പുറക്കാട്. ഓക്കെ, അടുത്ത തൃശ്ശൂര് ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി. ഓക്കെ, അടുത്ത് മലപ്പുറം പടിഞ്ഞാറേക്കര വക്കാട് പൊന്നാനി. കോഴിക്കോട് ബേപ്പൂര്, മാറാട്, കാപ്പാട്. അടുത്ത് കണ്ണൂര് ധർമ്മടം, പയ്യാമ്പലം, മുഴുപ്പിലങ്ങാട്. അടുത്ത് കാസർഗോഡ്, ബേക്കൽ. ഓക്കെ, ഇതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യം പോലെയാണ് വരാൻ പോകുന്നത്. മനസ്സിലായ? ഓക്കെ, ശരി, പോസ് ചെയ്തോ. തിരുവനന്തപുരം പറ. പാപനാശം, വർക്കല, കോവളം. ഓക്കെ,
ശംഖുമുഖം കോളം. ശംഖുമുഖം കോള. ഓക്കെ. കൊല്ലം തങ്കശ്ശേരി തിരുമുല്ലവാരം അഴീക്കൽ. തങ്കശ്ശേരി തിരുമുല്ലവാരം അഴീക്കൽ. ഓക്കെ. ആലപ്പുഴ പ്രമാണെ തുമ്പോളി തൈക്കൽ പുറക്കാട്. സുവിനെ എറണാകുളം ചെറായി മുനമ്പം. ഓക്കെ. അവിടെ രശ്മി തൃശ്ശൂർ. സുദർശനം ഒളിച്ചിരിക്കണ പറ, തൃശ്ശൂർ പറ. ചാവക്കാട് സ്നേഹിതരെ മുനയ്ക്കൽ വാടാനപ്പള്ളി. ഓക്കെ. അവിടെ മലപ്പുറം പറ രശ്മി. പടിഞ്ഞാറേക്കര പക്കാട് പൊന്നാനി. ഓക്കെ. കോഴിക്കോട് പറഞ്ഞ എവിടെ ശരണ്യ? ഇത്ര എളുപ്പമുള്ളത് ബേപ്പൂര്. പറഞ്ഞു കൊടുക്കരുത്. ബേപ്പൂര് മാറാട് കാപ്പാട് ബേപ്പൂര്. ഓക്കെ. അവിടെ ആൻസി കണ്ണൂർ പറഞ്ഞേ. മുഴപ്പിലങ്ങാട്. അവിടെ കാസർഗോഡ് പറഞ്ഞേ. ബേക്കൽ. കാസർഗോഡ് ബേക്കൽ. ഓക്കെ. താങ്ക് യു. ചാകര പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മതിയാകാം. ചാകര. ഓക്കെ. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ഏത്? ചാകര. അപ്പൊ ചാകര രൂപം കൊള്ളുന്നത് മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലാവാം, അല്ലെങ്കിൽ അവസാനത്തിലാകാം. ഓക്കെ. നമുക്കറിയാം മൺസൂൺ കാലം ആരംഭിക്കുന്നത് ജൂണിലും അവസാനിക്കുന്നത് എപ്പോഴാ? സെപ്റ്റംബർ അല്ല, നവംബറിലാണ്. നമുക്ക് 2 മൺസൂൺ കാലമുണ്ട്. ഓക്കെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒക്ടോബർ നവംബറിൽ വടക്കിഴക്ക് മൺസൂൺ. അങ്ങനെ 2 മൺസൂൺ കാലമുണ്ട്. മൺസൂണിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ജൂൺ നമ്മൾ പറയണം, അവസാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? നവംബറാണ് കേട്ടോ. നവംബറാണ് അവസാനം. നവംബർ ഡിസംബറൊക്കെ വരും അവസാനം വരുമ്പോൾ. ഓക്കെ. അപ്പോൾ ആ സമയത്താണ് ചാകര ഉണ്ടാകുന്നത്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനാണ് എന്ത് പറയുന്നത്? ചാകര എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ കടലിലേക്ക് ചെളി വന്നിറങ്ങും. ആ ചെളി അവിടെ അടിഞ്ഞുകൂടും. അത് തിന്നാൻ വേണ്ടിയിട്ട് ആര് കൂട്ടമായി വരും? ചെമ്മീൻ, മത്തി, അയല. അതിനാണ് എന്ത് പറയുന്നത്? ചാകര എന്ന് പറയുന്നത്. ഈ ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇപ്പം തെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളം ഇരിക്കുന്നത് തെക്ക് പടിഞ്ഞാറല്ലേ വളരെ? തെക്ക് പടിഞ്ഞാറല്ലേ കേരളം ഇരിക്കുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ചാകര കാണുന്നത്. അത് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? തെക്ക് പടിഞ്ഞാറ്. ഏത് തീരത്ത് നേട്ടാൽ? പടിഞ്ഞാറൻ തീരത്ത്. ഏത് കടലെന്ന് നേട്ട് കഴിഞ്ഞാൽ? അറബിക്കടൽ. കേട്ടാ. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ഓക്കെ. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും ചോദിച്ചതാണ്. കൊല്ലം. അത്രയേ ഉള്ളൂ. മനസ്സിലായേ? ഇത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം മൺസൂണിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ ഉണ്ടാകുന്നു. ചെളി അടിഞ്ഞുകൂടും. ഏതൊക്കെ മീൻ തിന്നാൻ വരും? ചെമ്മീന്, മത്തി, അയല. ഈ അയലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ദേശീയ മത്സ്യമാണ് അയല. ഓക്കെ. ഈ ചെമ്മീൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചോദ്യം ഉണ്ടോ മോനെ? ചെമ്മീൻ തലയിൽ തലച്ചോറ്, തലയിൽ ഹൃദയമുള്ളത് ചെമ്മീനാണ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്, കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്? ചെമ്മീനാണ്. ഓക്കെ. അതുപോലെ തന്നെ കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാ? മത്തിയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യം ഏതാണ്? മത്തി. ഇവിടെ ജനിതഘടന ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ജനിതഘടന രൂപം നൽകിയതല്ലേ ശാസ്ത്രജ്ഞന്മാര്? കർണഫിസിൽ ചോദ്യം ഉണ്ടായിരുന്നത് മത്തിയിലാണ്. അത് നോക്കിയിട്ട് പറഞ്ഞു പിള്ളേരെ. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ ചാകര എന്ന പ്രതിഭാസം സാധാരണ കണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. പ്രസിദ്ധമായ കടൽത്തീരം ഏതാണ്? പുറക്കാട്, ആലപ്പുഴ. ഓക്കെ. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര എവിടെയാണ്? കൊല്ലം. ഓക്കെ. ശരി. അപ്പോൾ അത്രയും മതി ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത പരീക്ഷയിലേക്ക് പോവാം. ഇന്നത്തെ പരീക്ഷയാണ്. പോടാ അങ്ങോട്ടാ. എവിടെയൊക്കെ മാറിയൊക്കെ ഇരുന്നേ. അടുത്തത് ഇരിക്കണ്ട. അവിടെ സുദർശന ഈ ബെഞ്ചിൽ കയറ്. സിമിനെ പോസേ. ശരി. റിവിഷൻ ഇന്നലത്തെ മാർക്ക് എഴുതിയാ? ഓക്കെ. ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്കിൻ്റെ റിവിഷനാണ്. ഉത്തരം മാത്രം എഴുതിയാതെ ഇന്ദിര ആവാസ് യോജനയുടെ ചുമതല വഹിക്കുന്ന മന്ത്രാലയം ഏതാണ്? ഓക്കെ. രണ്ടാം ചോദ്യം. ഇന്ദിര ആവാസ് യോജന 2016 ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത്? ഇന്ദിര ആവാസ് യോജന 2016 ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത്?
മൂന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പയറ് വർഷം. അന്താരാഷ്ട്ര പയറ് വർഷം. നാലാം ചോദ്യം, 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. പതിനഞ്ചാം നിയമസഭയിലെ 12ാം വനിതാ MLA ആരാണ്? 12ാമത്തെ വനിതാ MLA ആയത് ആരാണ്? ഏത് ബൈ ഇലക്ഷനിലൂടെ എന്ന് എഴുതണം. ഏത് മണ്ഡലത്തിൽ നടന്ന ബൈ ഇലക്ഷനിലൂടെ എന്ന് എഴുതണം. മുമ്പ് 11 ഇപ്പോൾ 12 ഉണ്ട്. ആ 12ാമത്തെ വ്യക്തി ആരെന്ന് എഴുതണം. അത് ഏത് സ്ഥലത്ത് നടന്ന ബൈ ഇലക്ഷൻ എന്ന് എഴുതണം. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? അടുത്ത്, ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം, മാസം, അതിൽ പരാമർശിക്കുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം, മാസം, അതിൽ പരാമർശിക്കുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം. അടുത്ത 8ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. വൈകുന്നേരം നമുക്ക് ആരിനോട് പോകാം, കുറേ സ്ഥലം കൂടെ പോയി. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. 9ാം ചോദ്യം, 7ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെ? 7ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെ? 10ാം ചോദ്യം, കേരള നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ. കേരള നിയമസഭയുടെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ചെയർപേഴ്സൺ. 11ാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി, വകുപ്പ്. 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയും വകുപ്പും. അടുത്ത 12ാം ചോദ്യം, ന്യൂക്ലിയസോട് കൂടിയ അരുണരക്തമുള്ള ജീവി ഏതാണ്? ന്യൂക്ലിയസോട് കൂടിയ അരുണരക്താണുക്കളുള്ള ജീവി ഏതാണ്? 13ാമത്തെ ചോദ്യം, ഇന്ദിരാ ആവാസ് യോജനയിൽ ലഭിക്കുന്ന വീടുകൾ എത്ര വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല? ഇന്ദിരാ ആവാസ് യോജനയിൽ ലഭിക്കുന്ന വീടുകൾ എത്ര വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല? 14ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പയറ് വർഷം. അന്താരാഷ്ട്ര പ്രകാശ വർഷം. അന്താരാഷ്ട്ര പ്രകാശ വർഷം. 15ാമത്തെ ചോദ്യം, ഇന്ദിരാ ആവാസ് യോജന ആരംഭിച്ച വർഷം, മാസം, പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാ ആവാസ് യോജന ആരംഭിച്ച വർഷം, മാസം, പഞ്ചവത്സര പദ്ധതി. ഓക്കെ, പാസ് ചെയ്തേ. സുനിയ പോസിറ്റ് ഉത്തരം. ഇതെന്തുവാ? ഇവിടെ പറ, ഇന്ദിരാ ആവാസ് യോജനയുടെ ചുമതല വഹിക്കുന്ന ഏത് മന്ത്രാലയം? ഓക്കെ, അവിടെ ഇന്ദിരാ ആവാസ് യോജന 2016 പുനർനാമകരണം ചെയ്ത് എങ്ങനെയാ? പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. അന്താരാഷ്ട്ര പയർ വർഷം പറഞ്ഞേ? 2016. അവിടെ ഷംന 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരാ? സച്ചിൻ ദേവ്. ഓക്കെ, അവിടെ ശരണ്യ 15ാം നിയമസഭയിൽ അവസാനത്തെ വനിതാ അംഗമാരാണ്? ഉമാ തോമസ്. ഏത് മണ്ഡലത്തിലാണ് ബൈ ഇലക്ഷൻ? തൃക്കാക്കര. ഓക്കെ, ഇവിടെ ആൻസി, കേരള സംസ്ഥാനം രൂപം കൊണ്ട എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഭേദഗതിയിലൂടെ? 7ാം ഭേദഗതിയിലൂടെ. ഓക്കെ, അവിടെ അതുല്യ, ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം, മാസം, എത്ര സംസ്ഥാനം വേണമെന്ന് പറഞ്ഞു? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ? 3. ഓക്കെ, ഇവിടെ ഷമീം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാ? അഹല്യ, 7ാം ഭേദഗതി പ്രകാരം നീക്കം ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയാ? 7ഉം 9ഉം. അവിടെ വിജിഷ, കേരള നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരാ? കെ ശൈലജ. അവിടെ രശ്മി, 15ാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാ? കെ കൃഷ്ണൻകുട്ടി, വൈദ്യുത വകുപ്പ്. ഇവിടെ ന്യൂക്ലിയസോട് കൂടിയ രക്താണുക്കളുള്ള ജീവി ഏതാ? ഒട്ടകം. ഈ
ഇന്ദിര ആവാസ് യോജന ലഭിക്കുന്ന വീടുകൾ എത്ര വർഷത്തെ കൈമാറ്റം ചെയ്യാൻ പാടില്ല? 15. അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015. ഈ ഞാനുണ്ട് സുബിനെ, ഇന്ദിര ആവാസ് യോജന ആരംഭിച്ച വർഷം ഇന്നലെ എഴുതി. രേഷ്മ പറഞ്ഞേ 85 മെയ്. ഏത് പഞ്ചവത്സര പദ്ധതി? 7. ഏത് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഓക്കെ, ശരി. അപ്പം നാളെ നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച കേരളത്തിൻ്റെ തീരപ്രദേശവും മലയാളവും അതങ്ങനെ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇന്നലത്തെ അപ്പം ഇവിടെ മാർക്ക് ചോദിച്ചില്ല. ഇവിടെ എത്ര മാർക്ക്? 14. 15. വാവ് വാവ് വാവ്. മിടുക്കി. 15. അവിടെ ഷംന 15, രേഷ്മ 15, അതുല്യ 15. ഓക്കെ, ആര്യ 15, ശരണ്യ 15, രശ്മി 15, കൃഷ്ണ 15, 12, 6. ആറെന്ന് വീഡിയോ പൗസ് ചെയ്യാൻ പറയട്ടെ. വളഞ്ഞിട്ടിരിക്കാം നമുക്ക്. ഓക്കെ, ശരി. അപ്പം നിങ്ങൾ എല്ലാവർക്കും നല്ല മനസ്സിലാവുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം നാളെ ഇത്രയും പഠിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇതും പഠിക്കണം, അതും പഠിക്കണം, എല്ലാം പഠിക്കണം. പഠിപ്പിച്ച നോട്ട് ഇപ്പോൾ പഠിച്ചിട്ട് വേണം. ഓക്കെ, ശരി. നിങ്ങൾ കഴിഞ്ഞത് പൊക്കോ ഏട്ടാ, നിങ്ങൾ മാർക്ക് നോക്കട്ടെ. അപ്പോൾ ഇന്നലെ റിവിഷനിൽ ഈ മാർക്ക് ഷൂട്ട് ചെയ്തില്ലേടാ? ഗ്രൂപ്പിൽ അടിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ മാർക്ക് ഷൂട്ട് ചെയ്തായിരുന്നോ നീ? എന്ത് ആര് പറഞ്ഞത്? അവളെന്ത്? ഇന്നലത്തെ റിവിഷന് ഫുൾ മാർക്ക് വാങ്ങിച്ച ആരൊക്കെ നോക്കാം. രഞ്ജിനി തലശ്ശേരി, അക്ഷിത കണ്ണൂർ, അഞ്ജിത കെ, വർഷ പാലക്കാട്, സലീല മലപ്പുറം, ഷഹാന അഷ്മി, ആതിരായി, പാർവതി കരുനാഗപ്പള്ളി, നീതു എബ്രഹാം ഇടുക്കി, ഫാത്തിബി കണ്ണൂർ, സമീറ കണ്ണൂർ, അഞ്ജു കോഴിക്കോട്, അശ്വതി കായംകുളം, സിമിരാജ് പാലക്കാട്, സഫ ജസ്ന, ജിതിൻ കാസർഗോഡ്, സൗമ്യ കൊട്ടാരക്കര, ശ്രീ പാർവതി വയലാർ, മഞ്ജു സജീവ്, വത്സല സുധി നമ്മളെ ഓൺലൈൻ ക്ലാസ്സിലുള്ളതല്ലേ, ശ്രീ, അടുത്ത രമ്യ ദീപു, ആദിത്യ ഗൗരി, ഷെറീന, ദീപരാജൻ, സന്തോഷ് PC. ഓക്കെ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഓക്കെ, നല്ല പഠിക്കല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ടാറ്റ, ബൈ 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 ബൈ. ജോബിൻ സാർ, ഹലോ.